ശാസ്ത്രീയ സാമവേദ പഠനം ക്ലാസ് 78 ഉത്തരാർദ്ധിതത്തിലെ 3-ാമത്തെ അധ്യായത്തിലെ ഖണ്ഡം 4 ഇന്ന് നോക്കുന്നത്. നമുക്ക് ഇതിലെ ദേവത ഇന്ദ്രനാണ്. ഇന്ദ്രൻ എന്ന് പറയുന്നത് പലപ്പോഴും പറയുന്നതാണ്, എങ്കിൽ ആദ്യമായി കേൾക്കുന്നവർക്ക് വേണ്ടി പറയാം. സയൻസും ടെക്നോളജിയും ആണ്. സയൻസ് അതിൻ്റെ ആപ്ലിക്കേഷനാണ് ടെക്നോളജി. പക്ഷേ സയൻസ് മാത്രം ഉണ്ടായാൽ പോരാ, മാനേജ്മെൻറ്റും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ, അതായത് അതിനെ ഏകോപിക്കാൻ ഒരു ശക്തി വിശേഷമാണ്. ഏത് കർമ്മവും നടക്കുന്ന സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്. സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് കർമ്മവും നടക്കുന്നത്. എന്ത് കർമ്മത്തിൻ്റെ പിന്നിലും ഒരു സയൻസ് ഉണ്ട്. ഒരു കല്ല് നമ്മൾ എറിയുകയാണെങ്കിൽ ആ കല്ല് എത്ര വേഗത്തിൽ സഞ്ചരിക്കും, അത് എത്ര സമയം കൊണ്ട് ഭൂമിയിൽ പതിക്കും, ഇതിനെല്ലാം ഒരു സയൻസ് ഉണ്ട്. ഏത് കർമ്മത്തിൻ്റെ പിന്നിലും ഒരു സയൻസ് ഉണ്ട്. സയൻസ് അനുസരിച്ചാണ് കർമ്മം നടക്കുന്നത്. ഇപ്പം കല്ല് ഇട്ടാൽ അത് ഭൂമിയിലേക്ക് പോകും. പക്ഷേ കല്ലിട്ട ഭൂമിയിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ കല്ലെടുത്ത് ഇടാൻ ഒരാൾ വേണം, എങ്കിലേ അത് ഭൂമിയിലേക്ക് പോകും. മേശപ്പുറത്തിരിക്കുന്ന കല്ലിന് ഭൂമിയിലേക്ക് പോകാൻ ആഗ്രഹമുണ്ട്. പക്ഷെ അത് മേശപ്പുറത്ത് നിന്ന് എടുത്തിട്ട് മേശപ്പുറത്ത് നിൽക്കുന്നിടത്തോളം കാലം അതിന് പോകാൻ പറ്റില്ല. അതിന് തട്ടിയിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് തള്ളണം. അപ്പം ഏകോപിപ്പിക്കാൻ ഒരു ശക്തി ഉണ്ട്. അതുകൊണ്ടാണ് മാനേജ്മെൻറ്റ്. ഒരു സ്ഥാപനത്തിൽ, ഒരു ഹോസ്പിറ്റലായാലും അവരുടെ ഡോക്ടർമാരാണ് രോഗികളെ ചികിത്സിക്കുന്നത്. എൻജിനീയറിംഗ് സ്ഥാപനമായാലും എൻജിനീയേഴ്സ് എല്ലാം അത് ചെയ്യുന്നത്. പക്ഷെ അതിനെ ഏകോപിപ്പിക്കാൻ ചില ആൾക്കാരുണ്ടാവും. അത് ഏകോപിപ്പിക്കാൻ, അതാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ആ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ, ആ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏകോപിപ്പിക്കണം. വസ്തുക്കൾ കൊടുത്തിട്ട് ഔട്ട്പുട്ടാക്കി മാറ്റാൻ അതിനെല്ലാം പിന്നിൽ ഏകോപിപ്പിക്കുന്ന ശക്തി വിശേഷമാണ് ഇന്ദ്രൻ. ഇപ്പോൾ ഒരു അരി ചോറാകുന്നുണ്ടെങ്കിൽ ആ പാത്രത്തിൻ്റെ അകത്ത് സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണത് വെള്ളത്തിലിട്ട് ചൂടാക്കുമ്പോൾ ചോറായി പദം വരുന്നത്. പക്ഷെ അതിൻ്റെ അകത്തൊരു പ്രവർത്തനം നടക്കുന്നുണ്ട്. ആ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് അത് ചോറാകുന്നത്. ആ പ്രവർത്തനത്തിൽ ഏകോപിപ്പിക്കുന്ന ഒരു ശക്തി വിശേഷമുണ്ട്. അതിനാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത്. നമ്മളിന്ന് ഒരു വീടെല്ലാം വെക്കുമ്പോൾ സൂപ്പർവൈസർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ മേസ്ത്രി എന്ന് പറയുന്ന അതേപോലെയുള്ള ഒരു റോള്. നമുക്ക് അത്തരം കാര്യങ്ങൾക്ക് സൂപ്പർവൈസർ ഉണ്ട്, അല്ലെങ്കിൽ കുക്കുണ്ട്. അവരെല്ലാം അത് ഏകോപിപ്പിക്കുന്നത്. അതുപോലെ ഈ സിസ്റ്റത്തിൻ്റെ അകത്ത് ഒരു ശക്തി വിശേഷമുണ്ട്. ആ ശക്തി വിശേഷത്തെയാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത്. ഇപ്പം 159 എന്താണ് പറയുന്നത് നോക്കാം. അന്നം ലഭിക്കാൻ വേണ്ടി ഇന്ദ്രനോട് പറയാണ്, ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. അന്നം ലഭിക്കാൻ വേണ്ടി, അന്നം എന്ന് പറഞ്ഞാൽ ചോറായിട്ട് എടുക്കുക. ചോറ് കിട്ടേണ്ടിക്ക് നമ്മൾ എന്ത് വേണം? ഇന്ദ്രനെ സ്തുതിക്കണം. സ്തുതി എന്നെന്താണ്? വേദമന്ത്രങ്ങൾ, അല്ലെങ്കിൽ സയൻസ് തത്വം, അല്ലെങ്കിൽ പാചകക്കുറിപ്പ്, എല്ലാം സയൻസ് തന്നെയാണ്. ചോറ് കിട്ടേണ്ടിക്കിൽ ഇന്ദ്രനോട് പറയണം, ഞാനിതാ അരിയും വെള്ളവും അരി എടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ട് ചൂടാക്കി തരുന്നു. നീ അതിനെ പാത്രത്തിൽ ഇരുന്നു കൊണ്ട് അതിനെ ആ തത്വപ്രകാരം ചോറാക്കുക. യഥാർത്ഥത്തിൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇട്ട് ചൂടാക്കുമ്പോൾ തന്നെ ഇന്ദ്രനവിടെ വന്നോളും, അത് ചോറായിക്കോളും. പക്ഷേ നമ്മളൊരു തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യണം. അതാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ സയൻസ് തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചോറുണ്ടാക്കാൻ ശ്രമിച്ചാൽ ഇന്ദ്രൻ വന്നിട്ട് നമുക്ക് അന്നം തരും, സയൻസിൻ്റെ സ്തുതികളാൽ. മഹത്വമാർന്നവരെ അങ്ങ് സംരക്ഷിക്കുന്നു. മഹത്വമുള്ളവർ, അപ്പം മഹത്വമുള്ളവരെന്ന് പറഞ്ഞാൽ ജ്ഞാനം തികഞ്ഞവർ. ജ്ഞാനം തികഞ്ഞവർക്ക് മാത്രമേ എന്ത് കർമ്മവും ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ചോറ് വെക്കേണ്ടിക്ക് ചോറ് വെക്കാൻ അറിയുന്ന ആളായിരിക്കും. അതാണ് മഹത്വമുള്ള വ്യക്തികൾ. ഏതൊരു കർമ്മവും ചെയ്യാൻ കഴിവുള്ള ആ അറിവുള്ളവർക്കാണ് മഹത്വമുള്ള വ്യക്തികൾ എന്ന് പറയുന്നത്. എല്ലാവർക്കും എല്ലാ കാര്യത്തിലും മഹത്വമൊന്നും പറ്റില്ല.
ചിലവർക്ക് ചോറ് വെക്കുന്നതിലായിരിക്കും മഹത്വം. അപ്പോൾ മഹത്വമുള്ളവർക്ക് സംരക്ഷണം നൽകുന്ന അങ്ങയെ എല്ലാ പുരുഷന്മാരും ശത്രുക്കളുണ്ടാകുമ്പോൾ വിളിക്കുന്നു, തടസ്സമുണ്ടാകുമ്പോൾ വിളിക്കുന്നു. എന്താണ് തടസ്സം? അത് ന്യൂട്ടൻ്റെ തേർഡിലും നമ്മൾ എന്തൊരു കർമ്മം ചെയ്യുമ്പോഴും ഫോർ എവ്രി ആക്ഷൻ ദർ ഈസ് എൻ ഈക്വലൻ്റ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. നമ്മൾ എന്തൊരു കാര്യം ചെയ്യാൻ പോകുമ്പോഴും അതിനൊരു എതിർപ്പുണ്ട്. ആ എതിർപ്പിനെ മറികടന്നുകൊണ്ട് മാത്രമേ നമുക്ക് ആ കർമ്മം പൂർത്തീകരിക്കാൻ പറ്റുകയുള്ളൂ. അരിയെ ചോറാക്കുമ്പോഴും അവിടെ ഒരു എതിർപ്പുണ്ട്. ആ എതിർപ്പിനെ മറികടന്നാലേ നമുക്ക് അതിനെ ചോറാക്കാൻ പറ്റുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഇന്ദ്രൻ ശ്രമിക്കുന്നത്. നമ്മൾ ചൂട് കൊടുത്തിട്ട് ആ ശക്തി ഉപയോഗിച്ചിട്ടാണ് അതിൽ മാറ്റങ്ങൾ വരുത്തുന്നത്. അപ്പോൾ ആ റിയാക്ഷനെയാണ് ഇവിടെ ശത്രുക്കൾ എന്ന് പറയുന്നത്. നമുക്ക് ഇരുന്നിടത്തുനിന്ന് എണീക്കണ്ടിക്കലും ഒരു എതിർപ്പുണ്ട്. അപ്പോൾ ശക്തി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എണീക്കുന്നത്. അപ്പോൾ ആ എതിർപ്പിനെ, റിയാക്ഷനെയാണ് ശത്രുക്കൾ അല്ലെങ്കിൽ അസുരർ എന്നെല്ലാം പറയുന്നത്. അപ്പം ഏത് പുരുഷന്മാരും ശത്രുക്കൾ ഉണ്ടാകുമ്പോൾ, തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ ഇന്ദ്രനെ വിളിക്കുന്ന എങ്ങനെ? സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ സമീപിക്കുമ്പോൾ ആ ശത്രുതയെല്ലാം മാറ്റിയിട്ട് നമ്മുടെ കാര്യങ്ങൾ നടക്കും. അവിടെ ഏകോപിപ്പിക്കുന്ന ശക്തി വിശേഷമാണ് ഇന്ദ്രൻ. അവൻ വിശിഷ്ടവാനാണ്. അപ്പോൾ ഈ ഇന്ദ്രനാണ് എവിടെ എന്ത് കർമ്മങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ അകത്ത്, സിസ്റ്റത്തിൻ്റെ അകത്ത് അവയെ ഏകോപിപ്പിക്കുന്നതാണ് ഇന്ദ്രൻ. അവൻ വജ്രം ധരിച്ചവനാണ്. എന്തുകൊണ്ടാണ് വജ്രം ധരിക്കുക എന്ന് പറയുന്നത്? ഏതൊരു കർമ്മവും പൊട്ടിക്കലും കൂട്ടിച്ചേർക്കലുമാണ്. അരി ചോറാകുമ്പോൾ അതിൻ്റെ അകത്തുള്ള ആറ്റങ്ങളെല്ലാം, അതിൻ്റെ തന്മാത്രകളെയെല്ലാം പൊട്ടിച്ചിട്ട് പുതിയൊരു സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏത് ചെയ്യുമ്പോഴും പൊട്ടിക്കും. നമ്മളിപ്പോൾ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങളെല്ലാം അതിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാൽ ആ സാമ്പാറിൻ്റെ വെണ്ടൊക്കെ പിന്നെ അവസാനം എത്തുമ്പോൾ എങ്ങനെ ഇരിക്കും? പൊട്ടിയിട്ട് ഒരുമാതിരി പദമായിട്ട് മാറുന്നില്ലേ? ഉരുളക്കിഴങ്ങ് അതിൻ്റെ അകത്തുള്ള ബോണ്ടുകളെല്ലാം പൊട്ടി പദമായി പോകുന്നില്ലേ? ഇപ്പം ഏത് കർമ്മവും പറഞ്ഞാൽ പൊട്ടിക്കുക, കൂട്ടിച്ചേർക്കുക. ഉദാഹരണമായിട്ട് ഒരു മേശ ഉണ്ടാക്കണ്ടെങ്കിൽ മരത്തെ പൊട്ടിച്ച് പല കഷ്ണങ്ങളാക്കി കൂട്ടിച്ചേർക്കുന്നു. അപ്പോൾ എപ്പോഴും പൊട്ടിക്കലും കൂട്ടിച്ചേർക്കലുമാണ്. ഇപ്പോൾ ഒരു വീട് വെക്കുന്നുണ്ടെങ്കിൽ കല്ല് പൊട്ടിച്ച് കൂട്ടിച്ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ കർമ്മം ചെയ്യുന്നവൻ എപ്പോഴും പൊട്ടിക്കാൻ ഒരു സാധനമാണ്. നമുക്കും അടുക്കളയിൽ എന്ത് കറി വെക്കണ്ടെങ്കിലും കത്തി അത്യാവശ്യമാണ്. പൊട്ടിക്കലും തേങ്ങ തന്നെയാണ് പൊട്ടിച്ച് ചിരവി വേർപെടുത്തി പിന്നെ അതിനെ കൂട്ടിച്ചേർത്ത് വേറെ എന്തെല്ലാം ആയിട്ട് മിക്സ് ചെയ്ത്. അപ്പം പൊട്ടിക്കൽ പ്രധാനമാണ്. അപ്പോൾ ഇന്ദ്രനും പൊട്ടിച്ചിട്ട് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരായുധം വേണമല്ലോ. ഏത് കർമ്മവും ചെയ്യേണ്ടതായതുകൊണ്ട് നല്ല ഏറ്റവും ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ വജ്രമാണ്. അപ്പം വജ്രായുധം ധരിച്ചവനെ അവിടുന്ന് ഞങ്ങൾ സ്തുതിക്കപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് ഗോക്കളെയും കുതിരകളെയും എല്ലാം നൽകി അനുഗ്രഹിക്കുക. നീ ആ വജ്രവുമായിട്ട് വന്നിട്ട് നമ്മൾ സ്തുതിക്കുമ്പോൾ, അതായത് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഗോക്കളെയും കുതിരകളെയും നൽകുക. ഗോക്കൾ എന്നതിന് അർത്ഥം പല അർത്ഥമുണ്ട്. ഇവിടെ ധനം എന്നതും നമുക്കെടുക്കാം. ഗോക്കൾ എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് ധനം പശുക്കളായിരുന്നു. അതുകൊണ്ട് ഗോക്കൾ എന്ന് പറയുമ്പോൾ ധനമായിട്ടെടുക്കാം. നമുക്ക് ധനം നൽകണം. നമ്മൾ കർമ്മം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കി വിറ്റ് പൈസ ഉണ്ടാക്കുക. അപ്പം ഗോക്കളെ തരണം, അത് ധനം നൽകണം. അല്ലെങ്കിലോ കുതിര എന്ന് പറഞ്ഞാൽ ഹോഴ്സ് പവർ, ശക്തി. നമ്മൾ കർമ്മം ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കും, ശക്തിക്ക് വേണ്ടിയായിരിക്കും. ഒരിപ്പം വലിയൊരു കല്ലിനെ നീക്കിക്കൊണ്ടുപോകുന്നത് കർമ്മം ചെയ്യുന്നതിന് വേണ്ടിയാണ്. അവിടെ ശക്തിയാണ് ആവശ്യം. ശക്തി ഉപയോഗിച്ചിട്ട് നീക്കി അവിടെ വെക്കുന്നതേ ഉള്ളൂ. അല്ല വേറെ നമുക്ക് ഗുണമൊന്നുമില്ല. ഇവിടെയുള്ള കല്ലെടുത്തിട്ട് അവിടെ മാറ്റി വെക്കുന്നു. അപ്പം നമ്മളവിടെ ശക്തിയാണ് ഉണ്ടാക്കുന്നത്. ശക്തി ഉപയോഗിച്ചിട്ടാണ് നീക്കുന്നത്. അപ്പം നമുക്ക് എന്തെല്ലാം കിട്ടും? നമ്മൾ കർമ്മം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് വിൽക്കാൻ വേണ്ടിയായിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യാം. കർമ്മം ചെയ്യാനാണെങ്കിലെല്ലാം ശക്തിയാണ് വേണ്ടത്. അപ്പം ശക്തിക്കും ധനവും നീ നൽകുക. അങ്ങ് തന്നെയാണ്
ശത്രുക്കളെ നശിപ്പിക്കുന്ന കുതിരയെ നൽകി അനുഗ്രഹിക്കും. കുതിര എന്ന് പറഞ്ഞാൽ ബലം. ശത്രുക്കളെ നേരിടാൻ നമുക്ക് എന്താണ് വേണ്ടത്? ബലമാണ്. ശത്രുക്കളെ നശിപ്പിക്കുന്ന കുതിര തുടങ്ങിയവ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കും. നമുക്ക് ബലവും നൽകണം. അപ്പം നമ്മൾ യജ്ഞം ചെയ്യുന്ന രണ്ടാവശ്യത്തിന് വേണ്ടിയാണ്. ഒന്നിക്ക് എന്തെങ്കിലും സാധനം ഉണ്ടാക്കാൻ. കാറിൽ നമ്മൾ പെട്രോളെല്ലാം ഇട്ടിട്ട് കത്തിക്കുന്നതിന് വേണ്ടിയാണ്, എന്തോ സാധനം ഉണ്ടാക്കാൻ വേണ്ടിയല്ല. ബലം എന്തിന്? കാറിനെ തല്ലി നീക്കാൻ. അപ്പം ബലത്തിന് വേണ്ടിയും കുതിര ശക്തിക്ക് വേണ്ടിയും കുതിരയ്ക്ക് വേണ്ടിയും ഗോക്കളെ ധനത്തിനും വേണ്ടിയാണ് നിന്നെ ആശ്രയിക്കുന്നത്. ഇനി 161. പശുക്കൾ ചേർന്ന ധനത്തോടുകൂടിയ ഇന്ദ്രൻ. പശുക്കൾ ചേർന്ന ധനം, അതായത് പശുക്കൾ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട്. ആ ഔട്ട്പുട്ട് ഇപ്പം നമ്മൾ ചോറുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ധനമല്ല കിട്ടുമോ? ചോറുണ്ടാക്കി പാക്കറ്റിലാക്കി വിൽക്കുകയാണെന്ന് വെച്ചോളൂ, നമുക്ക് കിട്ടുന്നത് ധനം ചോറാണ്. അപ്പം അവിടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ചോറാണ്. പശു എന്ന് പറയുന്നത് ചോറാണ്. ആ ചോറിൻ്റെ കൂടെ എന്തുകൊണ്ട്? ധനമുണ്ട്. അത് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ധനവും കിട്ടും. അപ്പം പശുക്കൾ ചേർന്ന ധനത്തോടുകൂടി ഇന്ദ്രൻ സ്തുതിക്കുന്ന ഞങ്ങൾക്ക് പശു, ധനം എന്നിവ നൽകി അനുഗ്രഹിക്കുന്നു. പശു എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട്. നമ്മൾ ചോറ് തിന്നാൻ വേണ്ടി ചോറുണ്ടാക്കുകയാണെങ്കിൽ അവിടുത്തെ പശു എന്ന് പറയുന്നത്, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ചോറാണ്. ഇല്ല, വിറ്റ് കാശാക്കാനാണെങ്കിൽ ധനമാണ്. അപ്പം പശു, ധനം മൂലമ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കും. എന്ത്? ഇന്ദ്രൻ. സ്തുതിയോടുകൂടി നമ്മൾ യജ്ഞങ്ങൾ ചെയ്യുമ്പോൾ ഈ വിധത്തിൽ നമ്മളെ രക്ഷയേകുന്ന ഇന്ദ്രൻ്റെ നേരെ നമ്മൾ സ്തുതികൾ അർപ്പിക്കുന്നു. ഈ സ്തുതിന് എപ്പോഴും പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും കർമ്മം ചെയ്യുമ്പോൾ ഇന്ദ്രൻ വന്നിട്ട് അത് സാധിപ്പിച്ചു തരും. നമുക്കിപ്പോൾ തുണി ഉണക്കണം. തുണി ഉണക്കാൻ സയൻസ് എന്താണ്? വെയിലുള്ളെടുത്ത് അയലിൽ കൊണ്ടുപോയിട്ട് നല്ല വിസ്തരിച്ചിട്ടാൽ മതി. അങ്ങനെ സയൻസിലോട്ട് അവിടെ ഇട്ട് കഴിഞ്ഞാൽ ഇന്ദ്രൻ അതിൻ്റെ അകത്ത് വന്നിട്ട് അതിൻ്റെ അകത്തുള്ള വെള്ളത്തെ മുഴുവൻ വേർപെടുത്തി ബാഷ്പീകരിച്ച് ദൂരത്തേക്ക് കളയും. ചൂട് കിട്ടുമ്പോൾ ബാഷ്പീകരിച്ച് ഒരു ശക്തി അതിൻ്റെ അകത്തു നിന്നുള്ള വെള്ളത്തെ മുഴുവൻ ബാഷ്പീകരിച്ച് കളയും. അല്ലാതെ തുണി നല്ലോണം ചുരുട്ടി വെച്ചിട്ട് അവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാലോ ഇന്ദ്രൻ അതിനെ അങ്ങനെ ഉണക്കാൻ പെട്ടെന്ന് പറ്റില്ല. അപ്പോൾ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ദ്രനെ വിളിച്ചു കഴിഞ്ഞാൽ ഇന്ദ്രൻ സാധിപ്പിച്ചു തരും. ഇനി 162. ഇന്ദ്രൻ്റെ അനുഗ്രഹത്താൽ ശ്രോതാക്കൾ അല്ലെങ്കിൽ യജ്ഞം ചെയ്യുന്നവർ വിജയ സോപാനത്തിലേറുന്നു. നമ്മൾ എന്ത് യജ്ഞവും ചെയ്തു കഴിഞ്ഞിട്ട് വലിയ പണമെല്ലാം നേടിയിട്ട് അങ്ങ് ഉയർന്ന നിലയിലെത്തുമ്പോൾ ആരുടെ സഹായത്താലാണത്? ഇന്ദ്രൻ്റെ സഹായത്താലാണ് വിജയ സോപാനത്തിലേറുന്നു. അപ്പം സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഇന്ദ്രൻ അതിനെ പൂർത്തീകരിച്ചിട്ട് നമ്മളെ ഉന്നത നിലയിലേക്ക് വിജയിച്ച് ഉന്നത നിലയിലേക്ക് എത്തിക്കും. കൂടാതെ അതിന് വിഘാതമായി തടസ്സമായി നിൽക്കുന്ന ശത്രുക്കളെ ആക്രമിച്ച് നശിപ്പിക്കുകയും ചെയ്യും. അതിന് തടസ്സമായി നിൽക്കുന്ന ശത്രുക്കളെ, കാരണം എന്തും തടസ്സമുണ്ട്. കാരണം ഈ നേരത്തെ പറഞ്ഞ തുണിയിലെ വെള്ളം വെയിലിൽ ബാഷ്പീകരിച്ച് പോകണം. അപ്പോഴാണ് തുണി ഉണങ്ങുന്ന. അയലുമ്മൽ നനഞ്ഞ തുണി ഇട്ട് കഴിഞ്ഞാൽ വെള്ളം ആകാശത്തേക്ക് പോകണം. പക്ഷേ വെള്ളം അവിടെ ഒരു എതിർപ്പുണ്ട്. എന്താണ് എതിർപ്പ്? എപ്പോഴും വെള്ളം തുണിയിൽ പറ്റിപ്പിടിച്ച് കിടക്കും. ആ പറ്റിപ്പിടിക്കുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട് വെള്ളത്തിന്. അതിങ്ങനെ പറ്റിപ്പിടിച്ച് കിടക്കും. പക്ഷേ ഇന്ദ്രന്തിയും അതിനെ ചൂടാക്കുമ്പോൾ ആ പറ്റിപ്പിടിക്കുന്നതിനെ അതിൽ നിന്ന് വേർപെടുത്തിയിട്ട് ബാഷ്പീകരിച്ച് ദൂരോട്ടേക്ക് മാറ്റും. അപ്പോൾ എല്ലാത്തിനും എന്തുണ്ട്? ദർ ഈസ് എ റിയാക്ഷൻ. അപ്പോൾ ആ ശത്രുക്കളെ ഇല്ലാതാക്കും, തടസ്സങ്ങളെ ഇല്ലാതാക്കും. എന്നിട്ട് യാഗം നടത്തുന്നവർക്ക് മുമ്പിൽ ധനം എത്തിച്ചു തരും. എങ്ങനെയാണ് ധനം എത്തിച്ചു തരുക? ഇപ്പം ചിലവരെല്ലാം പഴയ തുണി അഴുക്ക് തുണികളെല്ലാം വാങ്ങിയിട്ട് ഇതുമാതിരി അലക്കിയിട്ട് വെയിലത്തിട്ട് ഉണക്കിയിട്ട് ഇസ്ത്രി ഇട്ട് കൊണ്ട് കൊടുക്കുമ്പോൾ പൈസ കിട്ടും. അപ്പം ധനം എത്തിച്ചേരുന്നു. ഇതെല്ലാം ഇന്ദ്രൻ്റെ അനുഗ്രഹം കൊണ്ടാണ് സംഭവിക്കുന്നത്. 162 പറയുകയാണ്. അപ്പം എല്ലാ സ്ഥലത്തും യജ്ഞത്തിൽ എന്തുണ്ട്? ഇന്ദ്രനുണ്ട്. ഇനി 163.
യാഗകർത്താവിനാൽ അർപ്പണം ചെയ്യപ്പെടുന്ന ഇന്ദ്രൻ യഥേഷ്ടം സോമം പാനം ചെയ്യുന്നു. ഇന്ദ്രൻ സോമം പാനം ചെയ്യും. നമ്മൾ കൊടുക്കുന്ന വസ്തു അത് പാനം ചെയ്യും. കാരണം നമ്മൾ കൊടുക്കുന്ന വസ്തു നമുക്ക് തിരിച്ചു കിട്ടില്ല. എപ്പോഴും കൊടുക്കുന്ന ഇൻപുട്ട് തിരിച്ചു കിട്ടില്ല, ഔട്ട്പുട്ട്. കാരണം നമ്മളിപ്പോൾ തുണി ഉണക്കാൻ ഇട്ട് കഴിഞ്ഞാൽ ഇന്ദ്രനെ നമ്മളെ ഏൽപ്പിക്കുന്ന എന്താണ്? നനഞ്ഞ തുണിയാണ് ഏൽപ്പിക്കുന്നത്. പക്ഷേ നമുക്ക് നനഞ്ഞ തുണി തിരിച്ചു കിട്ടൂല. ഇന്ദ്രൻ അതെടുത്തിട്ട് ആ നനഞ്ഞ തുണിയെ ഇന്ദ്രൻ അബ്സോർബ് ചെയ്ത് സിസ്റ്റം വിൽ ടേക്ക് ദാറ്റ്. സയൻസിൽ പറയുമ്പോൾ ഇൻപുട്ടിനെ സിസ്റ്റം എടുത്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് തരും. അതുപോലെ നനഞ്ഞ തുണിയെ ഇന്ദ്രൻ എടുത്തിട്ട് നമുക്കെന്ത് തരും? ഉണങ്ങിയ തുണി തരും. രണ്ടും രണ്ടാണ്. നനഞ്ഞ തുണിയും ഉണങ്ങിയ തുണിയും രണ്ടും രണ്ട് തന്നെയാണ്. നനഞ്ഞു കൊള്ളുകയാടെ പോയി ഇന്ദ്രനോട് വേണ്ട എനിക്ക് പഴയ നനഞ്ഞ തുണി തന്നേന്ന് പറഞ്ഞാൽ തരുമോ? ഇല്ല, എനിക്ക് ഉണങ്ങിപ്പോയി. അത് ഇന്ദ്രൻ എടുത്തു. അങ്ങനെയുള്ള ഇന്ദ്രനാണ് യാഗങ്ങളിൽ വന്നു ചേരുന്നത്. ആ ഇന്ദ്രൻ എൻ്റെ ഭവനത്തിലും വരട്ടെ. എല്ലാ വീട്ടിലും ഇന്ദ്രൻ വരും. എവിടെ യജ്ഞങ്ങൾക്ക് നടത്തുന്നുണ്ടോ അവിടെയെല്ലാം എന്തു ചെയ്യും? ഇന്ദ്രൻ വന്നു ചേരും. ഇനി 164. ആനന്ദം തികഞ്ഞവനും. ഇന്ദ്രൻ എപ്പോഴും സന്തോഷവാനാണ്. അവന് നമ്മളിൽ നിന്ന് ഒന്നും ആഗ്രഹിക്കുന്നില്ല. നമ്മൾ എന്ത് യജ്ഞം ചെയ്യുമ്പോഴും അദ്ദേഹം അത് വന്നിട്ട് സാധിപ്പിച്ചു തരും. നമ്മളിപ്പം മേസ്ത്രീനെ വിളിച്ചു കഴിഞ്ഞാൽ, വീട് കെട്ടാൻ മേസ്ത്രീനെ വിളിച്ചാലും മേസ്ത്രിക്ക് നമ്മൾ ശമ്പളം കൊടുക്കണം. പക്ഷേ ഇന്ദ്രൻ അതിനൊന്നും ആവശ്യമില്ല. ആ പാത്രത്തിൻ്റെ അകത്ത്, അരിയുടെ അകത്ത് അരിനെല്ലാം പൊട്ടിച്ചിട്ട് വേർപെടുത്തിയിട്ട് നല്ല പദമുള്ള ചോറാക്കി മാറ്റുമ്പോഴും വലിയ പ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട്. അതിനെ ഏകോപിപ്പിക്കുന്ന ശക്തിക്ക് നമ്മളൊന്നും കൊടുക്കുന്നില്ല. അപ്പം അവനെപ്പോഴും ആനന്ദം തികഞ്ഞവനാണ്. അവന് ജോലി ആരംഭിച്ച് എല്ലാവരും ജോലി ചെയ്യുമ്പോൾ കൂടെ വന്ന് സഹായിക്കാൻ താല്പര്യമുള്ളവനാണ്. അതുകൊണ്ട് അവൻ ആനന്ദം തികഞ്ഞവനും ഹരി എന്ന കുതിരയെ ചേർന്നവനും. ഹരി എന്ന് പറയുമ്പോൾ ഹരിക്കുക, വിഭജിക്കുക, പൊട്ടിച്ച് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കൊടുക്കുന്ന വസ്തുവിനെ പൊട്ടിച്ചിട്ട് വേറൊരു തരത്തിൽ കൂട്ടിച്ചേർത്തിട്ടാണ് ഉണ്ടാക്കുക. പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത്, അരിയെ പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള ബോണ്ടുകളെ പൊട്ടിച്ചിട്ടാണ് പദമുള്ള വേറൊരു സ്ട്രക്ചർ ഉണ്ടാക്കി തരുന്നത്. അതുകൊണ്ട് ഹരി എന്ന് പറയുന്നത് എന്തിനേയും മുറിക്കുകയും, ഇപ്പോൾ ഒരു മേശ ഉണ്ടാക്കുമ്പോൾ ആദ്യം പൊട്ടിക്കുകയാണ് ചെയ്യുക. മരത്തെ എടുത്ത് പൊട്ടിച്ച് പല തുണ്ടുകളാക്കി പിന്നെ യോജിപ്പിക്കുകയാണ് ചെയ്യുക. ഹരിക്കുക, ചേർന്നവനും സ്തുതി സ്വീകരിക്കുന്നവനും. നമ്മൾ സയൻസിലൂടെ സമീപിച്ചാലേ ഇന്ദ്രൻ ചെയ്യൂ. അപ്പം ഇന്ദ്രൻ സ്തുതി സ്വീകരിക്കും. നമ്മൾ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ദ്രനോട് പറഞ്ഞാൽ ഇന്ദ്രൻ അത് സ്വീകരിക്കും. സാധാരണ പാത്രത്തിലിട്ട് അരിയും വെള്ളം ഇട്ടിട്ട് മൂടി വെച്ച് കൊടുത്താൽ ഇന്ദ്രൻ ചോറാക്കി തരും. കുറേ സമയം എടുക്കും. ഞാൻ പ്രഷർ കുക്കർ ഇട്ടിട്ട് ഇന്ദ്രനോട് പറയുകയാണ്, ഇതാ പ്രഷറോട് കൂടി ഞാൻ തരികയാണെന്ന് പറഞ്ഞാൽ അവൻ അതും കേട്ടിട്ട് പെട്ടെന്ന് ചോറാക്കിയിട്ട് അപ്പം സ്തുതി സ്വീകരിക്കുന്നവനുമായി ഇന്ദ്രനാണ് ഞങ്ങളിൽ അനുഗ്രഹം ചൊരിയുന്നത്. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിച്ചു തരുന്ന ഒരു ശക്തി വിശേഷം. സയൻസിലൂടെ ഏത് കർമ്മം ചെയ്യുമ്പോഴും ആ സയൻസിൽ നിന്ന് ഒരു പ്രേരക ശക്തി ഉത്ഭവിച്ച് ആ യജ്ഞത്തെ പൂർത്തീകരിക്കാൻ ഏകോപിപ്പിക്കുന്നുണ്ട്. ഒരു മാനേജ്മെൻറ്റ് ഫങ്ഷൻ അവിടെ നടക്കുന്നുണ്ട്. ആ ശക്തി വിശേഷമാണ് ഇന്ദ്രൻ. അതാണ് നമ്മളെ സഹായിക്കുന്നത്. അങ്ങനെയുള്ള ഇന്ദ്രൻ സോമത്താൽ സംതൃപ്തനാകട്ടെ. ഇന്ദ്രൻ സോമത്താൽ സംതൃപ്തനാകട്ടെ. ഇന്ദ്രൻ തൃപ്തിയായാലേ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുകയുള്ളൂ. കാരണം ഇന്ദ്രൻ എങ്ങനെയാണ് തൃപ്തിയാവുക? സയൻസിൻ്റെ അടിസ്ഥാനത്തിലാകണം, നല്ല സാധനങ്ങളാകണം. ഇപ്പം ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അരി വെള്ളത്തിലിട്ടിട്ട് ചൂടാക്കിയാൽ ചോറ് കിട്ടും, ഇന്ദ്രൻ ചെയ്ത് തരും. പക്ഷേ മോശം അരി ഇട്ട് കഴിഞ്ഞാൽ മോശം ചോറ് തരും. നല്ല അരി കൊടുക്കുകയാണെങ്കിൽ, നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ചോറ് തരും. അപ്പോൾ ഇന്ദ്രൻ തൃപ്തിപ്പെടുന്ന എപ്പോഴാണ്? നല്ല സാധനങ്ങൾ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നല്ല സാധനം തൃപ്തിയായിട്ട് ഇന്ദ്രൻ തരും. അപ്പം സോമത്താൽ ആ കൊടുക്കുന്ന സോമം എന്ന് പറഞ്ഞാൽ ഇൻപുട്ട്. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിൽ ഇന്ദ്രൻ തൃപ്തനായാൽ അതിനുശേഷം അന്നം നൽകി അനുഗ്രഹിക്കും. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിൽ അത് തൃപ്തിയായിട്ട്
സ്തുതിയോടുകൂടി നമ്മൾ കൊടുക്കണം. സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇന്ദ്രൻ തൃപ്തനായിട്ട് അത് സ്വീകരിച്ചിട്ട് നമുക്കെന്ത് തരും? അന്നം നൽകി അനുഗ്രഹിക്കും. നമുക്ക് എന്തൊരു സാധനമാണോ ഉണ്ടാകേണ്ടത് അത് ഉണ്ടാക്കിയിട്ട് നമുക്ക് തരും.